Welcome to Good Hope English Medium School. The tranquil learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. കച്ചവടക്കാരനായ ഗഫൂർ അലി ടാപ്പിങ്ങിനിറങ്ങിയത് വീട് വെച്ച കടം വീട്ടാൻ. കലാമുലയിൽ ഗഫൂറിന് ചെറിയ ഒരു പഴവർഗ്ഗ കച്ചവടമാണ് ഉണ്ടായിരുന്നത്. പലതരത്തിലും കടം വാങ്ങിച്ച് ഗഫൂർ വീട് വെച്ചു. കടം തീർക്കാനും കുടുംബച്ചെലവിനുമുള്ള വക കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കച്ചവടം നിർത്തി. പിന്നീട് ഗഫൂർ അലി സുഹൃത്തുക്കളായ സമദ്, സലാം എന്നിവർക്കൊപ്പം ചേർന്ന് റബ്ബർ സ്ലോട്ടറിനടുത്ത് ടാപ്പിങ്ങിലേക്ക് തിരിഞ്ഞു. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ 2 ഘട്ടങ്ങളായി ഏതാനും മാസം ഗഫൂർ അലി ടാപ്പിംഗ് നടത്തിയിരുന്നു. ഇത് നിർത്തിയാണ് കടബാധ്യത കൂടിയപ്പോൾ 1 വർഷമായി സ്ലോട്ടർ വെട്ടുന്നതിലേക്ക് തിരിഞ്ഞത്. സ്ലോട്ടർ വെട്ടി റബ്ബർ മരങ്ങളിൽ നിന്ന് പരമാവധി ഉൽപ്പാദനം ഉണ്ടാക്കിയാലേ വരുമാനം ലഭിക്കുകയുള്ളൂ. ഗഫൂറും സുഹൃത്തുക്കളും തന്നെയാണ് ടാപ്പ് ചെയ്യുന്നത്. സൗമ്യപ്രകൃതക്കാരനായ ഗഫൂർ കുടുംബത്തിനും നാട്ടുകാർക്കുമിടയിൽ ഏറെ പ്രിയങ്കരനായിരുന്നു. വീട് വെക്കാൻ വാങ്ങിയ കടം വീട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഗഫൂറിനുണ്ടായിരുന്നത്. മുടങ്ങാതെ ജോലി ചെയ്യാനും തയ്യാറായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. 10ലും 7ലും പഠിക്കുന്ന 2 പെൺകുട്ടികളും 2ൽ പഠിക്കുന്ന മകനും ഭാര്യയും അടങ്ങുന്നതാണ് ഗഫൂർ അലിയുടെ കുടുംബം. ഗഫൂറിന് ദുരന്തം സംഭവിച്ചതറിഞ്ഞ് 10 കിലോമീറ്റർ അകലെയുള്ള മലവാരത്തിലേക്ക് നാട്ടുകാർ വേഗത്തിലെത്തി. സുഹൃത്തിനോടുള്ള കടപ്പാടെന്നോണം നാട്ടുകാർ മലവാരത്തിൽ വെച്ച് തന്നെ പ്രതിഷേധമുയർത്തി. ഗഫൂറിന്റെ വിയോഗത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ കുടുംബത്തിന് പ്രയാസപ്പെടാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടത്. വീടിന്റെ കടം ഉൾപ്പെടെ ബാക്കി വെച്ചുള്ള ഗഫൂറിന്റെ വിയോഗം കുടുംബത്തിന്റെ സങ്കടത്തോടൊപ്പം വലിയ ബാധ്യത കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അധികൃതർ നൽകിയ ഉറപ്പിൽ മാത്രമാണ് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ഏക പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാളിക. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.